എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ 5 ജൂണിൻ്റെ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി വ്യവസ്ഥയായിരുന്നു. നമുക്ക് റൂമിലും എനിക്കും സൂപ്പർബ് ട്രേ ആയിരുന്നു. ആ സംസാരത്തിന് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കിടിലൻ ദിവസമായിരുന്നു. കിടിലൻ ട്രേഡായിരുന്നു. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ അടിച്ച് മോനെ ലോട്ടറി എന്ന് പറയും പോലെ കിടിലൻ ട്രേഡായിരുന്നു ബാങ്ക് നിഫ്റ്റി തന്നത്. നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 47,600 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POCക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ബാങ്ക് നിഫ്റ്റി ഇന്നലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്ക് വ്യക്തമായി ഞാനത് വരച്ച് കാണിച്ച് തന്നായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് 47,600 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എവിടം വരെ പോകുമെന്ന് പറഞ്ഞു? 47,875 അതിന് മുകളിൽ നിന്ന് 875 ഭാഗത്തും അതിന് മുകളിൽ നിന്നാൽ അവൻ എവിടം വരെ പോകുമെന്ന് പറഞ്ഞു? 47,330 അതിന് മുകളിൽ ഏതുവരെ പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നും പറഞ്ഞു? 49,000 വരെ പോകുമെന്ന് പറഞ്ഞു. ഇന്ന് കിടിലൻ ട്രേഡായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ ഒരു മണിക്കൂർ കുറച്ച് നമ്മളിട്ട് കഷ്ടപ്പെടുത്തിയെങ്കിലും പിന്നെ അങ്ങോട്ട് ലോട്ടറി ട്രേഡായിരുന്നു. 30 രൂപയുടെ ഓപ്ഷൻ 1,500 പോയെന്ന് ഇത് കണ്ടില്ല നിങ്ങളത്? നാളെ മുതൽ ട്വീറ്റ് ഇറങ്ങും. അതായത് 1 lakh നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ട്വീറ്റ് വരും. പക്ഷേ നല്ല ട്രേഡ് കിട്ടി ബാങ്ക് നിഫ്റ്റിയിൽ. ഇറ്റ്സ് എ സൂപ്പർബ് ട്രേഡായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക്. വാങ്ങിച്ച പല ഓപ്ഷനും ഡബിൾ വരെ ആയി. നല്ല രീതിക്ക് നല്ല ട്രേഡ് റൂമിലെ പിള്ളേർക്ക് ആൾക്കാർക്ക് കിട്ടിയായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്ത് ട്രേഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ കിട്ടിയായിരുന്നു. കിടിലൻ ട്രേഡായിരുന്നു. അതുകൂടാതെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, 47,600 മുകളിൽ നമ്മളിന്ന് കാലത്തെ മോർണിംഗിൽ കൊടുത്ത റിവ്യൂ ആയിരുന്നു. 47,600, 46,800 എന്ന റേഞ്ചായിരുന്നു മോർണിംഗ് 1 മണി വരെ. ഈ റേഞ്ച് ബ്രേക്കൗട്ട് വരെയാണെങ്കിൽ കിടിലം മൂവ്മെൻറ്റ് വരുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് കോൾ റൈറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് സംഭവിച്ചു. മാർക്കറ്റ് അടിപൊളിയായിട്ട് കയറി 49,400 വരെ ഓൾമോസ്റ്റ് എല്ലാ ലെവലും ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തു. അതുകൂടാതെ നിഫ്റ്റി നമ്മൾ പറഞ്ഞ 450 മുകളിൽ ആശ എവിടം വരെ പോയി? 645 വരെ പോയി തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. സോ ഇന്നലെ ഞാൻ വരച്ചു തന്ന എല്ലാ ലെവലും ടച്ച് ചെയ്തു. പ്രത്യേകിച്ച് 21,900 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ സ്ട്രോങ് സപ്പോർട്ടാണ്. അത് നിങ്ങളുടെ മനസ്സിൽ കാണാതെ അങ്ങ് വച്ചേക്കുക. 21,900 നിഫ്റ്റി അത് പൊട്ടി ഇനി ക്ലോസ് ചെയ്തിട്ട് മാത്രമേ ഇനി നിങ്ങൾ സെല്ലിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. കിടിലൻ ട്രേഡായിരുന്നു. നിഫ്റ്റിയെക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. കിടിലൻ ട്രേഡ് ആയിരുന്നു. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകാമോ? അപ്പം നമുക്ക് ഇന്നലത്തെ പോലെ നമുക്ക് ഓരോന്നും എടുത്ത് വായിച്ച് നമുക്ക് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ നോക്കാം. നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് ഞാൻ കാണിച്ചില്ല. ഇതൊന്ന് ചെറുതാക്കുകയാണ്. കാരണം ഒരു നിഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്യുവർലി പറയുകയാണെങ്കിൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേ അപ്പാണ് നിഫ്റ്റി. ഇന്ന് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ടൈപ്പ് ആണെങ്കിൽ കൂടെ ഇറ്റ്സ് എ ട്രെൻഡ് ഡേ അപ്പാണ്. എൻ്റെ കണക്കൂട്ടിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയും ട്രെൻഡ് ഡേ അപ്പാണ് നിഫ്റ്റി. ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് നിന്ന് കളിച്ചെങ്കിൽ കൂടെ ഇറ്റ്സ് എ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേ അപ്പാണ്. നിഫ്റ്റിയുടെ POC വന്നേക്കുന്നത് 22,380 POC മുകളിലോട്ട് മാറിയിട്ടില്ല. ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ. നാളെ ഈ POCയുടെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ട്രേഡ് കിട്ടുവാണെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ ട്രേഡ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. എങ്ങനെയാണ്? കോൾ എടുത്ത് നിങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റൊക്കെ കിട്ടും. ഈ POC 1-2 ദിവസത്തേക്ക് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ന്യൂസ് ഒന്നും വരാം. നാളെ മോഡി മാറി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാറി അല്ലെങ്കിൽ തൂക്ക് മന്ത്രിസഭ വരുന്നത് അങ്ങനെ പൊളിറ്റിക്കൽ ഒരു ന്യൂസും വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഈ ഒരു POC നിങ്ങൾക്ക് ട്രേഡ് തരും. അതിനെ ഫോക്കസ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പോൾ 22,380 എന്ന് പറഞ്ഞ POC ആണ്. നമ്മുടെ VWAP ഓൾമോസ്റ്റ് അതിന് താഴെയാണ്. 22,281 VWAP നിൽക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് VWAPും POCയും താഴെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് 22,700 വരെ 710 വരെ പോയി. 710 വരെ പോയിട്ട് 22,584 ക്ലോസ് ചെയ്തത്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ കുറേ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇന്ന് നാളെ 22,600 ഈ 22,600 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 22,736 അതിനു മുകളിൽ 22,800 അതിനു മുകളിൽ 22,865 വരാം. ക്ലിയർലി പറയുകയാണെങ്കിൽ 22,600 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. 646 ഈ ഒരു സപ്പോർട്ട് ഭയങ്കര 646 എന്നൊരു ബാൻഡാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ 22,646 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 22,735 അതിന് മുകളിൽ 22,866 ഇനി 22,866 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,000 എന്ന് പറഞ്ഞ നമ്മുടെ
ആ ഒരു നമ്പർ സിസ്റ്റം 23,000 നിഫ്റ്റി വരുമോ എന്ന് ചോദിച്ചുള്ള ആ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇത്. 20,866 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,000 എന്ന് പറഞ്ഞ ലെവലും അതിന് മുകളിലാട്ടമാണെങ്കിൽ 23,043 എന്ന് പറഞ്ഞ ആ ലെവലും 23,043 കടക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഹൈ ആയ 23,172 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 23,171 വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം എങ്ങനെയാണ്. 22,646 മുകളിൽ 22,735, 22,865, അതിന് മുകളിൽ 23,000 മുകളിൽ ചെറിയൊരു സപ്പോർട്ടാണ്, റെസിസ്റ്റൻസ് ആണ് 23,040. അതിന് മുകളിൽ 23,171 വരാം. അത് 23,171 പോവുകയാണെങ്കിൽ നമ്മുടെ എക്സിറ്റ് പോളിൻ്റെ POC ആയ 23,377 വരാം. പക്ഷെ അതൊരു വിദൂരമായ കാഴ്ചപ്പാടാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പകരം 23,000 വരെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് 22,646 മുകളിൽ 22,735, അതിന് മുകളിൽ 865, അതിന് മുകളിൽ 23,000. ഓക്കെ, ഇനി താഴോട്ടാണെങ്കിൽ നിഫ്റ്റി 22,563 ഭയങ്കര സപ്പോർട്ടാണ്. 563 താഴെ നിൽക്കുന്നിടത്തോളം കാലം 22,500, 22,500 താഴെ നിൽക്കുന്നിടത്തോളം കാലം 22,425, 425 താഴെ നിൽക്കുമ്പോൾ ഇന്നത്തെ POC ആയ 22,380. ആ 22,380 പൊട്ടുകയാണെങ്കിൽ നമ്മുടെ VWAP ഒരു സപ്പോർട്ട് വാല്യൂ തരും. ക്ലിയർ ആവുന്നല്ലോ? VWAPന് താഴെ 22,187 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയും മതി താഴെ. അതിനകത്ത് താഴെ പൊട്ടിപ്പോകണമെങ്കിൽ വേറെ ന്യൂസൊക്കെ പറഞ്ഞു, അത് വരില്ല. സോ നമ്മളെ സംബന്ധിച്ച് താഴോട്ട് എങ്ങനെയാണ് 22,646 താഴെ നിൽക്കുമ്പോൾ 22,564, 564 താഴെ നമ്മളെ സംബന്ധിച്ച് 490 താഴെ അടുത്ത എത്രയാണ് 425. ആ 425 താഴെ 380, 380 താഴെ 22,283. നമുക്കപ്പോൾ ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാമോ? മാർക്ക് ചെയ്ത് വെച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പം ഇനി നമുക്ക് ഞാൻ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് കളയാം. നമുക്ക് ഇനി ഇതൊക്കെ പുതിയത് വരയ്ക്കുക. നമുക്ക് എന്നും പുതിയത് മതി. ഒരു ട്രേഡറെ സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയ ദിവസം എന്ന് പറയുന്നത് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയതായിട്ട് വരച്ച് പോവാം. ഓക്കെ, നമുക്ക് പുതിയ വരയ്ക്കാം. അപ്പം ഇന്നത്തെ PO ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ POCയെ ഞാൻ അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകണം. എന്താണ് ഇന്നത്തെ POC? എത്രയാണ്? 22,380. നമ്മുടെ POC 380 ആണ്, 380 ആണ്. ഞാനൊന്ന് $22,380 ഭാഗത്ത് ഞാനൊന്ന് വരയ്ക്കാൻ പറ്റും. ആ 80 വരുന്നില്ല. ഒറ്റ മിനിറ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക. കാരണം ആ ഒരു സാധനം വരുന്നില്ല. നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഈ ഒരു സാധനം ഈ നമ്പറിന് ഞാൻ ഇതിനെ മാറ്റാൻ പറ്റുമോ നോക്കട്ടെ. 22,380 ഇങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, വന്നു, മാറ്റി, ഹൂറേ മാറ്റി. അപ്പം 22,380 ഇന്നത്തെ ഇത് 22,283 എന്ന് പറഞ്ഞാൽ നമ്മളെ VWAP ആണ്. അതിനെയും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടെ. 283 എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഇന്നത്തെ VWAP ആണ്. അപ്പോൾ നീല കളറിൽ VWAP കൊടുത്തു. ഇനി മുകളിലെത്രയാണ് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട്? 22,646 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏതുവരെ പോവാം? ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. അതിന് മുകളിൽ നിൽക്കുമ്പം 22,765 എന്ന് പറഞ്ഞ 750 എന്ന് പറഞ്ഞ ഒരു ഭാഗം, 735 ഞാൻ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. 735 എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പം. ഓക്കെ, അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ഏതാണ്? 735 മുകളിൽ നിൽക്കുമ്പോൾ അടുത്തത് 865 എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഒരു റെസിസ്റ്റൻസ് ആണ്. അതിനെ കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്തത് 23,000 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ 23,000 ഇത്. ഇനി താഴെയുള്ള സപ്പോർട്ട് എത്രയാണ്? 564 നമ്മളെ സംബന്ധിച്ചൊരു സപ്പോർട്ടാണ്. 564 അതൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിന് താഴെ അടുത്തത് 490. എത്രയാണ്? 490. അതിന് താഴെ അടുത്തത് 425.
425. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് അതും കൂടെ മാർക്ക് ചെയ്ത് വെച്ചാൽ കാര്യങ്ങൾ കഴിഞ്ഞു. 425. ഓക്കെ, ഇതിന് അടുത്ത താഴെ സപ്പോർട്ട് എത്രയാണ്? 22,282. അതിന് താഴെ 22,189. അതും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്താൽ പറ്റും. ഓക്കെ, ഇതാണ് നാളത്തെ ഒരു ലെവൽ. എന്തൊക്കെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്? 22,586, 645 മുകളിലാണെങ്കിൽ 734, 866, അതിന് മുകളിൽ 23,000, ഇവിടെ 23,000. ഈ താഴോട്ടാണെങ്കിൽ 564 സപ്പോർട്ട്, 490 സപ്പോർട്ട്, 425 സപ്പോർട്ട്, ഇന്നത്തെ POC 380 സപ്പോർട്ട്, അതെന്താണ് VWAP 22,282 സപ്പോർട്ട്, അതെന്താണ് 22,191 HPN സോൺ സപ്പോർട്ട്. ഇതാണ് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽ. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽ ഇതാണ്. ഇപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം. സോ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ ട്രെൻഡ് ഡേ അപ്പാണ്. പ്രത്യേകിച്ച് അവൻ വല്ലാത്തൊരു മൂവ്മെന്റ് തന്നത്. അടിച്ച് കയറി മോനെ, മറ്റേ അടിച്ച് കയറി വാന്ന് പറഞ്ഞ പോലെ റിയാസ് ഖാൻ പറഞ്ഞ ഡയലോഗ് സെയിം റിപ്പീറ്റ് ചെയ്യണം, ബോറടി തോന്നല്. പക്ഷെ ആടി പൊളിയായിട്ട് അവൻ കയറി. ഇന്നത്തെ POC മെർജ് ചെയ്തിട്ടില്ല. 48,000 ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്, 48,500 ബാങ്ക് നിഫ്റ്റി POC നിൽക്കുന്നത്. VWAP 48,770. അപ്പം POCക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ VWAP അടുത്തടുത്തായതുകൊണ്ട് 48,500 എന്ന് പറഞ്ഞ POC ഇമ്പോർട്ടാണ്. അവ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 49,470 വരെ പോയി. നോക്ക്, നിങ്ങൾ ഗ്രാഫിൽ നീളം നോക്ക്. 49,475 വരെ, 495 വരെ പോയിട്ട് 49,475 വരെ പോയി. തിരിച്ച് അവൻ 48,992 ഭാഗത്താണ് ക്ലോസ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് വെച്ച് 48,928 സപ്പോർട്ടാണ്. ഈ 48,9 ഈ HBN സോണിൻ്റെ ഇതൊരു SD ബാൻഡ്, സെക്കൻഡ് ഡീവിയേഷൻ ബാൻഡ് 48,928 സപ്പോർട്ടാണ്. സോ 48,928 മുകളിൽ നിൽക്കുമ്പം നമ്മൾ വീണ്ടും നമ്മൾ ഓർത്തോളുക ഏതുവരെ പോവാം? 49,200 ഏതാണ്? 233 എന്ന് പറഞ്ഞാൽ 235 എന്ന് പറഞ്ഞാൽ ഈ HBN സോണും 235 മുകളിൽ നിൽക്കുമ്പോൾ 340 ഏതാണ് നമ്മുടെ ഈ ഒരു 49,455 455 മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ലെവലായ 627 627 മുകളിൽ നിൽക്കുമ്പോൾ 49,690 690 മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ലെവല് 49 അല്ല 690 വയ്ക്കണ്ട, അത് അടുത്ത നമുക്ക് 620 മുകളിൽ 7,777 7,777 മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ലെവലായ 49,920 49,920 മുകളിൽ നിൽക്കുമ്പോൾ 50,000 എന്ന് പറഞ്ഞ ലെവലും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ലെവൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 48,928 മുകളിൽ നിൽക്കുമ്പോൾ 49,235 49,235 മുകളിൽ നിൽക്കുമ്പോൾ 49 ഏതാണ് 454 49,454 മുകളിൽ നിൽക്കുമ്പം 49,620 49,620 മുകളിൽ നിൽക്കുമ്പോൾ 49,777 49,777 മുകളിൽ നിൽക്കുമ്പോൾ 49,920 49,920 മുകളിൽ 50,000 എന്ന് പറഞ്ഞാൽ 50,000 എന്ന് പറഞ്ഞ ലെവലും. 50,000 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നലെയാന്നത്തെ കയ്യിലേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 50,000 ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 50,000 ഇനി താഴോട്ടാണെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ സപ്പോർട്ട് 49,920 താഴെ നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് എന്താണ് 49,800 ഒരു സപ്പോർട്ടാണ്. 49,800 താഴെ 49,695 സപ്പോർട്ടാണ്. 49,695 താഴെ ഈ സിംഗിൾ പ്രിൻ്റായ 49,505 49,695 താഴെ 49,505 49,505 താഴെ അടുത്തത് 49,370 49 അല്ല 48,370. സോ 48 ഒന്നുകൂടെ പറയാം 48,928 താഴെ 48,800 താഴെ 48,695 48,695 താഴെ 48,505 48,505 താഴെ 48,368 48,368 താഴെ നമ്മളെ സംബന്ധിച്ച് 48,228 48,228 താഴെ ഈ POC ആയ 48,005. ഈ 48,005 പൊട്ടുകയാണെങ്കിൽ നമ്മളെ 47,868 ഒരു സപ്പോർട്ടാണ്. അപ്പം സപ്പോർട്ട് സെയിം ആണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ആ ലെവലിനൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ട്രേഡ് ചെയ്യേണ്ടതാളെ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണ്ടേ? നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ബാങ്ക് നിഫ്റ്റി എല്ലാ ലെവലും ഞാൻ ഒന്ന് എടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓർത്തോളൂ. അപ്പം നമുക്ക്
ഈ ലെവലൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. പഴയ POC അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ മാറ്റണം, ആശാനൊന്ന് മാറ്റാം. ഓക്കെ, നമുക്ക് ഈ ഒരു POC ഇന്നത്തെ POC എത്രയാണ്? 48,924 സപ്പോർട്ട്. ഓക്കെ, അതിന് താഴെ 48,795 സപ്പോർട്ട്. ഓരോ 795 അതിനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുമ്പോഴേ നമുക്ക് കുറച്ച് മനസ്സിലാവുള്ളൂ. 790. ഓക്കെ, അതിന് താഴെ 48,625. ഓക്കെ, നിങ്ങൾ ക്ഷമിച്ചിരിക്കുക, മൗസ് പോകാത്തതിൻ്റെ പാടാണ് എനിക്കിത്. ഓക്കെ, അതിന് താഴെ 48,000. അടുത്ത നമ്മളേതാണ് 48,006 ഏതാണ് 48,695 താഴെ 48,000. നമുക്ക് നോക്കണം, ഒന്ന് ഹോൾഡ് ചെയ്യൂ. 48,695 താഴെ 48,505. ഇത് സിംഗിൾ പ്രിന്റ് ഉണ്ട്. 48,505. ഓക്കെ, അതിന് താഴെ 48,368. ഈ സപ്പോർട്ട് ഇന്നത്തെ POC ഞാൻ ഡിലീറ്റ് കളയട്ടെ. 48,368 ആണ് നമ്മുടെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 48,368. ഓക്കെ, 360. അതിന് താഴെ ഇന്നത്തെ POC ആയ 48,005 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുമ്പം കറക്റ്റ് ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ POC. അതിനെ കൂടെ ഞാൻ കളർ മാറ്റിക്കോട്ടെ, ഇനി ബാക്കി നിങ്ങൾക്ക് കറക്റ്റ് ആവും. ഓക്കെ, ഇതൊരു സപ്പോർട്ടാണ്, നമുക്ക് അതിനെ കളർ ഞാൻ മാറ്റാൻ പോണ്. ഇത് സപ്പോർട്ടാണ്, ഇതിൻ്റെ സപ്പോർട്ട് മാറ്റി ഈ ഒരു ഇതിനെ ഞാൻ ഒന്ന് സപ്പോർട്ട് ഈ കളർ മാറ്റാൻ പോവാണ്. ഇപ്പം 47,600 വരെ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി മുകളിലോട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ എത്രയാണ്? ഫസ്റ്റ് സപ്പോർട്ട് 48,235 റെസിസ്റ്റൻസ് 235 ഞാൻ മാർക്ക് ചെയ്തു. ഇത് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ 48,455 48,455 അത് 455. ഓക്കെ, ഇത് മാറ്റി. അതിന് മുകളിൽ 49,620. അടുത്ത നമുക്ക് സപ്പോർട്ട് നോക്കണം. ഒന്ന് ഹോൾഡ് ചെയ്താൽ എനിക്ക് നമ്പർ മുകളിലോട്ട് കിട്ടുന്നുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത് തരാം. 48,455 മുകളിൽ അടുത്തത് 49,555 മുകളിൽ അടുത്ത 49,624 49,624. അതിനെയും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ഓക്കെ, അതിന് മുകളിൽ എത്രയാണ്? അതിന് മുകളിൽ 49,777 49,777 49,777. ഓക്കെ, അന്ന് മാർക്ക് ചെയ്തു. അതിന് മുകളിൽ സീതാ 50,000 ആപ്കി ബാർ 50,000 പാർ എന്ന് പറയുമ്പോൾ 50,000. ഓക്കെ, ഈ 50,000 കിടക്കുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് പോകുള്ളൂ. ഇതാണ് നമ്മുടെ നാളത്തേക്കുള്ള ഏരിയ. 47,400 ഇന്നത്തെ സ്ട്രോങ്. ഇന്നത്തെ POC ആയ 47,500 നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിക്കും 22,380 നിഫ്റ്റിക്കും. ഇതിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പറയുകയാണെങ്കിൽ ട്രെൻഡിൻ്റെ POCയുടെ അവിടെ ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തരും. നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഒരു 50 പോയിന്റ് ഓപ്ഷൻസിലോ ഫ്യൂച്ചറിലോ കിട്ടും. 100 പോയിൻ്റൊക്കെ കിട്ടും. ഓപ്ഷൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു 50 പോയിന്റ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും നല്ല പോയിന്റ് കിട്ടും. 47,500 സ്ട്രോങ് ആണ്. 22,380 സ്ട്രോങ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ റണ്ണിങ് ഹെൽപ്പ്. ഞങ്ങളുടെ യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ.